നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ മാസം നടത്തിയതായിട്ടുള്ള നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കുള്ള പരീക്ഷ സംബന്ധിച്ച വിഷയമാണ് പ്രതിപാദ്യമായി വന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നു എന്ന കാരണത്താൽ ആ പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ അതിൽ പങ്കെടുത്തതായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാധ്യമങ്ങളും കണ്ടെത്തിയതോടുകൂടിയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ബീഹാർ തുടങ്ങിയതായിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ചോദ്യപേപ്പർ ചില പ്രത്യേക ഗൂഢസംഘങ്ങൾ ചോർത്തിയെടുക്കുകയും അതിൻ്റെ ഫലമായി ചില വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനമുണ്ടാവുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നത്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിനെ സംബന്ധിച്ച് പരാതികൾ കൊടുത്തു. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനായി ഇത് നടത്തിയതായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ചില പരാതികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് നിരവധിയായി വന്നിരിക്കുന്ന കേസുകൾ ഒരുമിച്ചാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണനയ്ക്കെടുത്തത്. ഇത് രണ്ട് നിലപാടുകളാണ് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അതിൻ്റെ ഉടമസ്ഥതയുള്ള ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരും എടുത്ത നിലപാട് ഇനി ഒരു പുനഃപരീക്ഷ നടത്തേണ്ട ആവശ്യമില്ല, ക്രമക്കേടുകൾ എവിടെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ആ പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ ഒരു പുനഃപരീക്ഷ നടത്താം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടത്തിയ പരീക്ഷകൾ വീണ്ടും ചിട്ടപ്പെടുത്തി അതിൻ്റെ ഫലം ക്രമീകരിച്ചുകൊണ്ട് ഈ അഡ്മിഷൻ്റെ അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കാമെന്നുള്ളതാണ്. എന്നാൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്ന പരാതി ഒരു കാരണവശാലും ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന നീറ്റിൻ്റെ ഫലമനുസരിച്ച് ഈ കോഴ്സിൻ്റെ തുടർ കൗൺസിലിംഗ് നടപടികൾ നടത്താൻ പാടില്ല, പുനഃപരീക്ഷ തന്നെയാണ് അനിവാര്യത എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് അത്യന്തം സങ്കീർണമായതും നേരത്തെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുമായ ഒരു സ്ഥിതിവിശേഷമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇത് സംബന്ധിച്ച് ഗുണഭോക്താക്കളായി എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഈ ചോർച്ചയുടെ ഫലമായി അതിൻ്റെ പ്രയോജനം ലഭിച്ച എത്ര ആളുകളുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ഭാഗികമായി ഒരു പുനഃപരീക്ഷ നടത്താൻ സാധിക്കുമോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുവായ പുനഃപരീക്ഷ 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയം ലാഘവത്തോടുകൂടി കാണുക പ്രയാസമാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇത് മൊത്തമായി കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുനഃപരീക്ഷ നടത്തുക, അതല്ല എന്നുണ്ടെങ്കിൽ ഗണ്യമായി ഇതിൻ്റെ ഗുണഭോക്താക്കളായി ചോർച്ചയുടെ ഗുണഭോക്താക്കളായിരുന്ന വിദ്യാർത്ഥികളെ ആ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുനഃപരീക്ഷ നടത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ അടിയന്തരമായി CBI ഉൾപ്പെടെയുള്ള അതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികൾ ഉൾപ്പെടെയുള്ള അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിപ്പെട്ട സമിതികൾ എല്ലാവരും ചേർന്നുകൊണ്ട് സമഗ്രമായി അന്വേഷിച്ച് നിയമ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എത്രയും വേഗം 2-3 ദിവസത്തിനുള്ളിൽ കോടതിയുടെ മുൻപിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നും ആ അനിശ്ചിതാവസ്ഥ അന്തിമമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എന്നർത്ഥം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് ഗൗരവമായി എടുത്തിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ നീറ്റ് UG പരീക്ഷയിൽ എഴുതിയത്. അപ്പോൾ അതിന് പിറകിലുള്ള രക്ഷകർത്താക്കളുടെ സംഖ്യ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇത് വളരെ വലിയ സമഗ്രമായി ദേശവ്യാപകമായി നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഇതിനെ സംബന്ധിച്ച് ഇത്രയും കടുത്തൊരു വിവാദം മുൻപൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒടുവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി അനുസരിച്ച് വിധി എന്ന് പറയാറായിട്ടില്ല. കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായി എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ ചോർച്ച ഗൗരവമായി ഉണ്ടായിരിക്കുന്നത്,
അവിടെ നടന്ന ക്രമക്കേടുകളുടെ സ്വഭാവം എന്താണ്, ഇതെല്ലാം അടിയന്തരമായി 48 മണിക്കൂറിനും അകം കോടതിയുടെ മുൻപിൽ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് പുനഃപരീക്ഷയാണോ ആകെ ആവശ്യമുള്ളത്, അതോ ഭാഗികമായ പുനഃപരീക്ഷയാണോ ആവശ്യമുള്ളത് എന്നതിനെക്കുറിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. ഏതായാലും ഇനിയും 48 മണിക്കൂർ, ഒരു പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ബുധനാഴ്ച വരെ ഈ അനിശ്ചിതാവസ്ഥ തുടരും എന്നാണ് കരുതേണ്ടത്. വളരെ ഏറെ അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ ദേശീയ പരീക്ഷ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പല പരീക്ഷകളും ഈ ഏജൻസികൾ നടത്തുന്നുണ്ട്. നെറ്റ് പരീക്ഷ, അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അത് മാനവിക വിഷയങ്ങളിലുണ്ട്. CSIR നടത്തുന്ന സയൻസ് വിഷയങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഈ നീറ്റിൻ്റെ PG പരീക്ഷയിലേക്കുള്ള അഡ്മിഷൻ സംബന്ധിച്ച പരീക്ഷകളുണ്ട്. ഇതെല്ലാം വളരെയേറെ ഗൗരവത്തിലോടുകൂടി ദേശവ്യാപകമായി നടത്തുന്ന പരീക്ഷകളാണ്. അതിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും വീണ്ടെടുക്കുവാൻ ഈ സുപ്രീം കോടതിയുടെ വിധി ഒരു പക്ഷേ വഴിതെളിച്ചേക്കാം എന്ന് തന്നെ വേണം കരുതേണ്ടത്. എന്തായാലും ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാൻ ദേശീയ ഏജൻസികൾ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജനലക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന രീതിയിൽ ഇതിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായി എന്ന് വരാം. അത് നന്നായി നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഈ ദേശീയ ഏജൻസിയുടേതാണ്. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ പരീക്ഷാ സമ്പ്രദായ നടത്തിപ്പിലോ പരീക്ഷ നടത്തുന്ന ഏജൻസിയിലോ അത് സംബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളിലോ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അതും വരുത്തേണ്ട ഒരു കാലമായിരിക്കുന്നു. ചില സംസ്ഥാനങ്ങൾ ഇതിനോടൊപ്പം തന്നെ നീറ്റിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ നീറ്റിൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് കുറേ നാളുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരാൻ പോകുന്ന സുപ്രീം കോടതി വിധി വരെ ഈ അവസ്ഥ തുടരും. വന്നു കഴിയുമ്പോൾ മാത്രമേ നിലവിലിരിക്കുന്ന ഈ പ്രശ്നത്തിന് അന്തിമമായ ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന വിദ്യാർത്ഥികളുടെയും 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹം തന്നെ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നു. അടിയന്തരമായ പരിഹാരം അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടുണ്ടാക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിലുള്ള പൊതുസമൂഹം, ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും കാത്തുകൊണ്ടും ഇരിക്കുന്നത്.